എല്ലാവർക്കും നമസ്കാരം. ആൻസ് ക്രാഫ്റ്റി വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ബർത്ത്ഡേ കാർഡാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. എൻ്റെ മകൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ കാർഡ്. അപ്പം നമുക്ക് ഈ കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ബർത്ത്ഡേ കാർഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് വേണ്ടതെന്നും നമുക്ക് നോക്കാം. 3 കളർ പേപ്പർ, ഏത് കളറായാലും പ്രശ്നമില്ല. 3 കളർ ഗ്ലിറ്റർ ഷീറ്റ്സ്, അതും ഏത് കളറായാലും പ്രശ്നമില്ല. നിങ്ങൾക്കിപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് ഇവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വൈറ്റ് പേപ്പറിൻ്റെ അകത്ത് ഇച്ചിരി ഗ്ലൂ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ ഗ്ലിറ്റർ പേപ്പർ ആക്കിയിട്ട് എടുത്താലും മതി. പിന്നൊരു പെൻസിൽ, സ്കെച്ച് പെൻ, സ്കെയിൽ, ഗ്ലൂ സ്റ്റിക്ക്, ഒരു കത്രിക. ഇത്രയും ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഈ ഷേപ്പിൽ വരയ്ക്കുക. അതായത് ഇത് രണ്ടും സെയിം ആയിരിക്കണം, ഇത് രണ്ടും സെയിം ആയിരിക്കണം, ഇത് രണ്ടും സെയിം ആയിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല. നമ്മൾ കാർഡ് മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻസ് അല്ലേ, ഇവിടെ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ്സ് ഒട്ടിക്കാൻ പോവാണ്. അപ്പം നമ്മൾ അളവെടുക്കേണ്ടത് ഈ ഒരു ഇതിൻ്റെ അളവെടുക്കാം. ഞാൻ ഓൾറെഡി അളവൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഒരു ബാനറായിട്ട് എഴുതാം. വൈറ്റ് പേപ്പറിൻ്റെ അകത്ത് നമുക്കൊരു ഡിസൈൻ വരയ്ക്കാം, എന്നിട്ട് അതിനകത്ത് എഴുതാം.
നമുക്ക് ഇതിന് ക്യാൻഡിൽസ് വേണം. ബർത്ത്ഡേ കേക്കിന് എന്തായാലും ക്യാൻഡിൽസ് വേണ്ടേ. നമുക്ക് ഇതൊരു നല്ല ഭംഗിയിലാക്കാം. നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി. അതിൻ്റെ കൂടെ ഞാൻ ഉള്ളിൽ പ്ലെയിൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിറച്ചും ലവ് ഇട്ടിട്ടുണ്ട് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ മകൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്കാണ്. അപ്പം അവന് എന്തായാലും ഇനിയിപ്പം ബാക്കിയുള്ളത് അവൻ എന്താണോ എഴുതേണ്ടത് അവൻ എഴുതിക്കോളും. എല്ലാവർക്കും ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ.